അവൻ തന്നീണത്താൽ നമ്മെ സൗഖ്യമാക്കി ജയത്തോടെ എന്നും. സുഭാഷിതം. എങ്കിലും ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ പക്ഷപാതക്കാരനോട് എഴുന്നേറ്റ് കിടക്കയെടുത്ത് വീട്ടിൽ പോക എന്ന് പറഞ്ഞു. But that you may know that the Son of Man has power on earth to forgive sins. Then he said to the paralytic, Arise, take up your bed and go to your house. മത്തായി എഴുതിയ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 6-ാം വാക്യമാണ് വായിച്ചത്. യേശു പക്ഷപാതക്കാരനെ സൗഖ്യമാക്കുന്ന ചരിത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 9-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ അവൻ പടകിൽ കയറി ഇക്കരയ്ക്ക് കടന്ന് സ്വന്തം പട്ടണത്തിലെത്തി. യേശുവിന്റെ സ്വന്തം പട്ടണമായി പരാമർശിച്ചിരിക്കുന്നത് കഫർന്നഹൂമിനെയാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. യേശു ബേത്ലഹേമിൽ ജനിച്ചു, നസ്രത്തിൽ വളർന്നു, യോർദാൻ നദിയിൽ യോഹന്നാൻ സ്നാപകനാൽ സ്നാനമേറ്റു. യേശു നസറേത്തിലേക്ക് മടങ്ങിയെങ്കിലും അവിടുത്തെ ജനങ്ങൾ അവനെ നിരസിച്ചു. മത്തായി 4:13 നസ്രത്ത് വിട്ട് സെബുലിന്റെയും നഫ്താലിയുടെയും അതിരുകളിൽ കടൽക്കരയുള്ള കഫർന്നഹൂമിൽ ചെന്ന് പാർത്തു എന്നെഴുതിയിരിക്കുന്നു. അവിടെയാണ് ചിലർ കിടക്കമേൽ കിടക്കുന്ന ഒരു പക്ഷപാതക്കാരനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നത്. അവരുടെ വിശ്വാസം കണ്ട് പക്ഷപാതക്കാരനോട്, മകനെ, ധൈര്യമായിരിക്ക, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇത് കേട്ട ശാസ്ത്രിമാരിൽ ചിലർ ഇവൻ ദൈവദൂഷണം പറയുന്നു എന്ന് ഉള്ളം കൊണ്ട് പറഞ്ഞു. യേശു അവരുടെ ഉള്ളിൽ കൂടെ കടന്നു പോകുന്ന നിരൂപണങ്ങളെ ഗ്രഹിച്ചുകൊണ്ടാണ് നാം വായിച്ച വാക്യം പറയുന്നത്. യഹൂദന്മാരുടെ വിശ്വാസം അനുസരിച്ച് ഒരാൾ പാപം ചെയ്തതിന്റെ ശിക്ഷയായിട്ടാണ് രോഗിയാകുന്നത്. അവരുടെ ചിന്താഗതി അറിയാവുന്ന യേശു തനിക്ക് പാപം ക്ഷമിക്കുവാൻ അധികാരമുണ്ടെന്ന് വ്യക്തമാക്കുവാനാണ് പാപക്ഷമയുടെ കാര്യം ആദ്യവും അതിന്റെ അടയാളമായിട്ടെന്ന പോലെ പക്ഷപാതക്കാരനോട് രോഗസൗഖ്യം രണ്ടാമതായി പറയുന്നു. ഒരു പുരോഹിതനോ മത നേതാക്കൾക്കോ റബ്ബിമാർക്കോ പാപം ക്ഷമിക്കുവാനുള്ള അധികാരമില്ലെന്ന് വ്യക്തമാക്കുകയായിരുന്നു യേശു കർത്താവ്. ദൈവത്തിന് മാത്രമേ പാപം ക്ഷമിക്കാൻ കഴിയൂ എന്ന് യഹൂദന്മാർക്കറിയാം. അതുകൊണ്ട് അവർ ഹൃദയത്തിൽ നിരൂപിച്ചു, ഇവൻ ദൈവദൂഷണമാണ് പറയുന്നതെന്ന്. അതേ ചിന്താഗതിയിൽ നിന്നുകൊണ്ട് സാക്ഷാൽ ദൈവമായിരുന്നവൻ പാപക്ഷമ പ്രഖ്യാപിച്ചു. പിതാവാം ദൈവം യേശുവിന് പാപങ്ങൾ ക്ഷമിക്കുവാനും ന്യായവിധി നടപ്പിലാക്കുവാനുമുള്ള അധികാരം നൽകിയിരിക്കുന്നു എന്ന് യഹൂദന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. യേശു കർത്താവിന് മാത്രമേ ഒരുപോലെ പാപത്തിനും രോഗത്തിനും പരിഹാരം വരുത്തുവാൻ കഴിയുകയുള്ളൂ. യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കും അത് സ്വായത്തമാക്കുവാൻ കഴിയും. ഒരിക്കൽ പത്രോസും യോഹന്നാനും സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിലെത്തിയപ്പോൾ ജന്മനാൽ മുടന്തനായ ഒരാളെ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാക്കി. യഹൂദ പ്രമാണികളും മൂപ്പന്മാരും ശാസ്ത്രിമാരും അവരെ ചോദ്യം ചെയ്തു. പത്രോസ് അവരോട് മറുപടി പറയുന്നത് അപ്പോസ്തല പ്രവൃത്തി 4:9 ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഈ ബലഹീന മനുഷ്യനുണ്ടായ ഉപകാര നിമിത്തം ഇവൻ എന്തൊന്നിനാൽ സൗഖ്യമായി എന്ന് ഞങ്ങളെ ഇന്ന് വിസ്തരിക്കുന്നു എങ്കിൽ, നിങ്ങൾ ക്രൂശിച്ചവനും ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനുമായ നസ്രയനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ഇവൻ സൗഖ്യമുള്ളവനായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞു. പത്രോസ് വീണ്ടും വിളിച്ചു പറയുന്നത്, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. ഈ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് പാപത്തിനും രോഗത്തിനും പരിഹാരമുണ്ടാക്കുവാൻ കഴിയും. യാക്കോബ് 5:15 ഇങ്ങനെ എഴുതിയിരിക്കുന്നു: എന്നാൽ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പീൻ. പ്രിയമുള്ളവരെ, ഈ വചനങ്ങളിലൊക്കെ നാം വിശ്വസിച്ച് നമുക്ക് ലഭിക്കേണ്ട പാപക്ഷമയും രോഗശാന്തിയും പ്രാപിച്ചെടുക്കുവാൻ എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.